നമസ്കാരം. ഹരിയാനയിലെ സോനിപത്തിൽ കഴിഞ്ഞ ദിവസം നടന്ന വാഹനങ്ങളുടെ VIP രജിസ്ട്രേഷൻ നമ്പറുകൾക്കായിട്ടുള്ള ലേലം രാജ്യവ്യാപകമായി ശ്രദ്ധ നേടിയിരുന്നു. HR 88B 8888 എന്ന ആരും കൊതിക്കുന്ന ഒരു ഫാൻസി നമ്പറായിരുന്നു വാർത്തകളിലെ താരം. നമ്പറിലെ കൗതുകം പോലെ ഇത് സ്വന്തമാക്കിയ ലേലത്തുകയും ആരെയും അമ്പരപ്പിക്കുന്നതായിരുന്നു. 1.17 കോടി എന്ന ഭീമൻ തുകയ്ക്കാണ് ട്രാൻസ്പോർട്ടേഷൻ സ്ഥാപനമായ റോമുലസ് സൊല്യൂഷൻസിന്റെ ഡയറക്ടർ സുധീർ കുമാർ നമ്പർ സ്വന്തമാക്കിയത്. 45 പേർ പങ്കെടുത്ത വാശിയേറിയ ഓൺലൈൻ ലേലത്തിലൂടെയായിരുന്നു സുധീർ കുമാർ നമ്പർ വിളിച്ചെടുത്തത്. സംഭവം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിരുന്നു. എന്നാൽ ലേലത്തിൽ പിടിച്ച ശേഷം പണം അടയ്ക്കുന്നതിൽ പരാജയപ്പെട്ട സുധീർ കുമാറിന്റെ ആസ്തികൾ അന്വേഷിക്കാൻ ഹരിയാന സർക്കാർ ഉത്തരവിട്ടു. റോമുലസ് സൊല്യൂഷൻസ് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഡയറക്ടറായ സുധീർ കുമാറിന്റെ ആസ്തികളും വരുമാനവും വിശദമായി അന്വേഷിക്കാൻ ഗതാഗത വകുപ്പിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഹരിയാന ഗതാഗത മന്ത്രി അനിൽ വിജാണ്. VIP നമ്പർ പ്ലേറ്റുകൾ ഞങ്ങൾ ലേലം ചെയ്യുന്നു. 8888 എന്ന നമ്പറിനായി നിരവധി പേർ ലേലം വിളിച്ചു. എന്നാൽ ഏറ്റവും ഉയർന്ന തുകയ്ക്ക് ലേലം നേടിയ ശേഷം സുധീർ കുമാർ പണം നൽകിയില്ല എന്ന് വിജ് മാധ്യമങ്ങളോട് പറഞ്ഞു. VIP നമ്പർ പ്ലേറ്റിന് ലേലം വിളിച്ച തുകയായ 1.17 കോടി രൂപയുടെ ആസ്തി സുധീർ കുമാറിനുണ്ടോ എന്ന് പരിശോധിക്കാൻ മന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ട്. സാമ്പത്തിക ശേഷി ഇല്ലാത്തവർ ലേലത്തിൽ പങ്കെടുത്ത് നമ്പർ പ്ലേറ്റിന്റെ വില വർദ്ധിപ്പിക്കുന്നത് തടയുന്നതിനാണ് ഈ നടപടി. ലേലത്തിൽ പങ്കെടുക്കുന്നത് ഒരു ഹോബിയല്ല, അതൊരു ഉത്തരവാദിത്തമാണെന്നും മന്ത്രി പറഞ്ഞു. ലേലം നടന്ന 5 ദിവസത്തിനുള്ളിൽ നമ്പർ സ്വന്തമാക്കിയ വ്യക്തി മുഴുവൻ തുകയും അടയ്ക്കണമെന്നതാണ് വ്യവസ്ഥ. ഡിസംബർ 1 സമയപരിധി അവസാനിച്ചിട്ടും സുധീർ പണം അടച്ചിട്ടില്ല. ഇതോടെ നമ്പർ വീണ്ടും ലേലത്തിൽ വരുമെന്നാണ് വിവരം. ശനിയാഴ്ച രാത്രി 2 തവണ ഇയാൾ പണം അടയ്ക്കാൻ ശ്രമിച്ചെങ്കിലും സാങ്കേതിക തകരാർ മൂലം ഇടപാട് നടന്നില്ലെന്നാണ് സുധീർ കുമാർ പറയുന്നത്. കൂടാതെ ഇത്ര വലിയ തുകയ്ക്ക് ഒരു നമ്പർ പ്ലേറ്റ് സ്വന്തമാക്കിയതിൽ വീട്ടുകാർക്ക് എതിർപ്പുണ്ടെന്നും സുധീർ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്തു. അതേസമയം സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി 10,000 രൂപയും രജിസ്ട്രേഷൻ ഫീസായി 1,000 രൂപയും അടക്കം 11,000 രൂപ മാത്രമാണ് നമ്പറിനായി സുധീർ മുൻകൂറായി അടച്ചിരുന്നത്. നിലവിൽ ഹരിയാനയുടെ മോട്ടോർ വാഹന വകുപ്പിന്റെ ലേല വെബ്സൈറ്റിൽ HR 88B 8888 എന്ന നമ്പർ പ്ലേറ്റ് ലിസ്റ്റ് ചെയ്തിട്ടില്ല. ഉടൻ തന്നെ നമ്പർ വീണ്ടും ലേലത്തിനെത്തുമെന്നാണ് വിവരം. അടുത്തിടെ കേരളത്തിൽ 46 ലക്ഷം രൂപയ്ക്ക് 0007 എന്ന നമ്പർ വ്യവസായി സ്വന്തമാക്കിയിരുന്നു. നവംബർ 26-നാണ് HR 88B 8888 എന്ന നമ്പർ പ്ലേറ്റ് 1.17 കോടി രൂപയ്ക്ക് ലേലത്തിൽ വിറ്റ് ഇന്ത്യയിലെ ഏറ്റവും വിലയേറിയ കാർ രജിസ്ട്രേഷൻ നമ്പറായി തലക്കെട്ടുകളിൽ ഇടം നേടിയത്. 50,000 രൂപ അടിസ്ഥാന വിലയുണ്ടായിരുന്ന ഈ നമ്പറിനായി 45 അപേക്ഷകളാണ് ലഭിച്ചത്. അതേസമയം ഇത്ര വലിയ തുക ചെലവഴിച്ചതിൽ കുടുംബത്തിന് എതിർപ്പുണ്ടെന്നാണ് സുധീർ കുമാർ പറയുന്നത്. കുടുംബവുമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. ഒരു നമ്പർ പ്ലേറ്റിനായി ഇത്രയും വലിയ തുക ചെലവഴിക്കുന്നത് വിവേകമല്ലെന്ന് വീട്ടുകാർ പറയുന്നു. എന്നാൽ ഞാൻ ഇതിന് അനുകൂലമാണ്. തിങ്കളാഴ്ചയോടെ ഞങ്ങൾ അന്തിമ തീരുമാനം എടുക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. ഈ ഒരു നമ്പർ പ്ലേറ്റിനായി ആവശ്യക്കാർ ഏറെയാണ്. ഇതിലെ HR ഹരിയാന സംസ്ഥാനത്തെയാണ് സൂചിപ്പിക്കുന്നത്. 88 എന്നത് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിനെയോ ജില്ലയോ സൂചിപ്പിക്കുന്നു. പിന്നാലെ വരുന്ന സീരീസ് കോഡ് വാഹനത്തിന് നൽകിയിട്ടുള്ള 4 അക്ക രജിസ്ട്രേഷൻ നമ്പറാണ്. B എന്ന അക്ഷരം 8 പോലെ തോന്നിക്കുന്നത് കാരണം ഈ നമ്പർ പ്ലേറ്റ് തുടർച്ചയായ 8കളുടെ ഒരു നിര പോലെ ദൃശ്യമാകുന്നു എന്നതാണ് ഇതിന്റെ പ്രധാന ആകർഷണം.